ടു ഇൻക്രീസ് യുവർ പ്രൊഫഷണൽ വാല്യൂ. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകം വളരെ ക്രൂരമായ ഒരു യാഥാർത്ഥ്യത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്. വിപണി അഥവാ മാർക്കറ്റ് പ്ലേസിന് നിങ്ങളുടെ വികാരങ്ങളോടോ നിങ്ങളുടെ കഷ്ടപ്പാടിനോടോ താല്പര്യമില്ല. വിപണി ഒരേയൊരു കാര്യത്തിന് മാത്രമേ പ്രതിഫലം നൽകൂ: നിങ്ങൾ അവർക്ക് എത്രത്തോളം മൂല്യമുള്ള ആളാണ് എന്നത് മാത്രം. നിങ്ങളുടെ കയ്യിൽ എത്ര മികച്ച ബിരുദങ്ങൾ ഉണ്ടെന്നതിലല്ല, മറിച്ച് ആ ബിരുദങ്ങൾ കൊണ്ട് നിങ്ങൾ വിപണിയിലെ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത് എന്നതിലാണ് നിങ്ങളുടെ ഔദ്യോഗിക മൂല്യം അടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ കോർപ്പറേറ്റ് ലോകവും ബിസിനസ് രംഗവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുതിയ സാങ്കേതിക വിദ്യകളും സാധാരണ ജീവനക്കാരുടെ ജോലികൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു കാലഘട്ടത്തിൽ വെറുമൊരു കമ്മോഡിറ്റിയായി എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാവുന്ന ഒരാളായി തുടരുന്നത് നിങ്ങളുടെ കരിയറിന് വലിയ അപകടമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി മറ്റാർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണെങ്കിൽ വിപണി നിങ്ങൾക്ക് കുറഞ്ഞ വില മാത്രമേ നൽകൂ. എന്നാൽ നിങ്ങളുടെ മേഖലയിൽ പകരം വെക്കാനില്ലാത്ത ഒരു ആസ്തിയായി നിങ്ങൾ മാറുമ്പോൾ വിപണി നിങ്ങളെ തേടി വരികയും നിങ്ങൾ ചോദിക്കുന്ന ശമ്പളവും ആദരവും നൽകാൻ തയ്യാറാവുകയും ചെയ്യും. നിങ്ങളെ പ്രൊഫഷണൽ ലോകത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു വ്യക്തിത്വമായി മാറ്റാനുള്ള 11 പ്രായോഗിക വഴികളാണ് നമ്മൾ ഈ ഓഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എങ്ങനെ ഒരു ഹൈ ഇൻകം സ്കിൽ സ്വന്തമാക്കാം, ആശയവിനിമയ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം, ഒരു സാധാരണ ജീവനക്കാരനിൽ നിന്ന് കമ്പനിയുടെ ബിസിനസ് ലാഭത്തെ സ്വാധീനിക്കുന്ന ഒരു ലീഡറായി എങ്ങനെ മാറാം എന്നതെല്ലാം വരും അധ്യായങ്ങളിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കും. നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യം ഉയർത്തി കരിയറിലെ ഏറ്റവും ഉയർന്ന വിജയങ്ങൾ കീഴടക്കാനുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഉയർന്ന വരുമാനം തരുന്ന ഒരു മേഖലയിൽ വൈദഗ്ധ്യം നേടുക. ഹൈ ഇൻകം സ്കിൽ. പ്രൊഫഷണൽ ലോകത്ത് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ വഴി ഒരു ഹൈ ഇൻകം സ്കിൽ സ്വന്തമാക്കുക എന്നതാണ്. വിപണിയിൽ വളരെ ഉയർന്ന ഡിമാൻഡുള്ളതും എന്നാൽ അത് ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവുള്ളതുമായ കഴിവുകളെയാണ് നമ്മൾ ഹൈ ഇൻകം സ്കിൽ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ കോംപ്ലക്സ് സെയിൽസ് ആൻഡ് നെഗോഷിയേഷൻ. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന പൊതുവായ ജോലികൾ ചെയ്യുന്ന ഒരാൾക്ക് വിപണി വലിയ വില നൽകില്ല. കാരണം അവരെ മാറ്റാൻ കമ്പനികൾക്ക് എളുപ്പമാണ്. എന്നാൽ ഒരു പ്രത്യേക മേഖലയിൽ ആഴത്തിലുള്ള സ്പെഷ്യലൈസേഷൻ നേടുമ്പോൾ നിങ്ങൾ വിപണിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരാളായി മാറുന്നു. പലരും ചിന്തിക്കുന്നത് ഉയർന്ന വരുമാനം നേടാൻ വലിയ യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ വേണം എന്നാണ്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ബിരുദങ്ങളെക്കാൾ കൂടുതൽ വിപണി നോക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെയാണ്. സ്കിൽസ്. ഒരു കമ്പനിയുടെ വലിയൊരു പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ബിസിനസ് വളർത്താനോ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കഴിവാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു മേഖല തിരഞ്ഞെടുത്ത ശേഷം അതിൽ മികച്ച അറിവ് നേടാനായി സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഓൺലൈൻ കോഴ്സുകളിലൂടെയോ പ്രായോഗിക പരിശീലനങ്ങളിലൂടെയോ ആ കഴിവ് നിരന്തരം മിനുക്കിയെടുക്കുക. ആ മേഖലയിലെ ട്വിറ്റർ, ലിങ്ക്ഡിൻ ഗ്രൂപ്പുകൾ ഫോളോ ചെയ്ത് പുതിയ അപ്ഡേറ്റുകൾ എപ്പോഴും മനസ്സിലാക്കുക. ഒരു ഹൈ ഇൻകം സ്കിൽ സ്വന്തമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം കരിയറിലെ ലിവറേജ് അഥവാ സ്വാധീന ശക്തിയാണ്. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ജോലി ചെയ്യണം, എത്ര ശമ്പളം വേണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കഴിവ് നിങ്ങൾക്ക് നൽകും. കമ്പനികൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ വിപണിയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഓർക്കുക, സാധാരണക്കാരായ ആളുകൾ തങ്ങളുടെ സമയമാണ് വിൽക്കുന്നത്. എന്നാൽ ഉയർന്ന മൂല്യമുള്ള പ്രൊഫഷണലുകൾ തങ്ങളുടെ കഴിവാണ് വിൽക്കുന്നത്. നിങ്ങളുടെ കഴിവ് എത്രത്തോളം അമൂല്യമാണോ അത്രത്തോളം നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യവും സാമ്പത്തിക ഭദ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം വലിയ ആശയങ്ങളോ അറിവുകളോ ഉണ്ടായാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കഴിവുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
പ്രൊഫഷണൽ ലോകത്ത് ആശയവിനിമയ ശേഷി അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നത് വെറുമൊരു കഴിവല്ല, മറിച്ച് നിങ്ങളുടെ മൂല്യത്തെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു വാല്യൂ മൾട്ടിപ്ലയർ ആണത്. മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തിക്ക് ജോലിസ്ഥലത്ത് ആളുകളെ സ്വാധീനിക്കാനും പ്രോജക്റ്റുകൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാനും ടീമിനെ നയിക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. വ്യക്തതയില്ലാത്ത ആശയവിനിമയം പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും പ്രൊഫഷണൽ പരാജയങ്ങൾക്കും കാരണമാകാറുണ്ട്. ആശയവിനിമയം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് നന്നായി സംസാരിക്കാൻ അറിയുക എന്നത് മാത്രമാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടി ആക്റ്റീവ് ലിസണിംഗ്, മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങളുടെ മറുപടി നൽകുക. ഇതിനൊപ്പം തന്നെ നിങ്ങളുടെ എഴുത്തുരീതിയും റിട്ടൺ കമ്മ്യൂണിക്കേഷനും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഓഫീസുകളിൽ നമ്മൾ അയക്കുന്ന ഇമെയിലുകളും റിപ്പോർട്ടുകളും വള്ളിപുള്ളി തെറ്റാതെ ലളിതവും വ്യക്തവുമായിരിക്കണം. വായിക്കുന്ന വ്യക്തിക്ക് ഒരൊറ്റ വായനയിൽ തന്നെ കാര്യം മനസ്സിലാകണം. സങ്കീർണമായ സാങ്കേതിക കാര്യങ്ങൾ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഒരു മികച്ച പ്രൊഫഷണലിന്റെ ലക്ഷണം. പൊതുവേദികളിൽ സംസാരിക്കാനുള്ള പേടി, സ്റ്റേജ് ഫിയർ മാറ്റിവെച്ച് നിങ്ങളുടെ ആശയങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്ന ടോൺ എന്നിവയും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വാക്കിന് വ്യക്തതയും പെരുമാറ്റത്തിൽ മാന്യതയുമുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററായി നിങ്ങൾ മാറുമ്പോൾ പ്രൊഫഷണൽ ലോകത്ത് നിങ്ങളുടെ പദവിയും മൂല്യവും സ്വാഭാവികമായും വർദ്ധിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാവുക, പ്രോബ്ലം സോൾവർ. ഏതൊരു സ്ഥാപനത്തിനും രണ്ടു തരം ജീവനക്കാരുണ്ടാകും. ആദ്യത്തെ കൂട്ടർ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് വെറുതെ മേലധികാരികൾക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതി പറയുകയോ ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടർ പ്രശ്നം എന്താണെന്ന് കൃത്യമായി പഠിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളുമായി മുന്നോട്ട് വരുന്നവരാണ്. വിപണിയും കമ്പനികളും എപ്പോഴും ഏറ്റവും ഉയർന്ന മൂല്യം നൽകുന്നത് ഈ രണ്ടാമത്തെ കൂട്ടർക്കാണ്, അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ, പ്രോബ്ലം സോൾവേഴ്സ്. നിങ്ങളുടെ കരിയറിലെ വളർച്ചയുടെ വേഗത നിർണയിക്കുന്നത് നിങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നങ്ങളുടെ വലിപ്പത്തെ ആശ്രയിച്ചാണ്. ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് ചെറിയ സ്ഥാനങ്ങളും വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നവർക്ക് വലിയ പദവികളും ലഭിക്കുന്നു. പ്രൊഫഷണൽ ലോകത്ത് നിങ്ങളുടെ മൂല്യം ഉടനടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സുവർണ നിയമമുണ്ട്. നിങ്ങളുടെ മാനേജരുടെയോ ക്ലയന്റിന്റെയോ അടുത്ത് ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ വെറും കൈയോടെ പോകരുത്. ആ പ്രശ്നത്തോടൊപ്പം അതിന് ചെയ്യാൻ കഴിയുന്ന കുറഞ്ഞത് 2 പരിഹാര മാർഗങ്ങളും അതിൽ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന നിങ്ങളുടെ വ്യക്തമായ നിർദ്ദേശവും റെക്കമെൻഡേഷനും കൂടി അവർക്ക് മുന്നിൽ സമർപ്പിക്കുക. ഈ ഒരു ഒറ്റ ശീലം നിങ്ങളെ ഓഫീസിലെ മറ്റ് ജീവനക്കാരിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാക്കും. പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒരാളായിട്ടല്ല, മറിച്ച് തലവേദനകൾ ഇല്ലാതാക്കുന്ന ഒരാളായിട്ടായിരിക്കും നിങ്ങളുടെ ലീഡർമാർ നിങ്ങളെ അടയാളപ്പെടുത്തുക. ഒരു മികച്ച പ്രോബ്ലം സോൾവർ ആകാൻ കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ശേഷിയും അനലിറ്റിക്കൽ സ്കിൽസും വേറിട്ട ചിന്താഗതിയും ആവശ്യമാണ്. ഒരു പ്രശ്നത്തിന്റെ ബാഹ്യരൂപം മാത്രം നോക്കാതെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ ആഴങ്ങളിലേക്ക്, റൂട്ട് കോസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ ശാന്തമായി ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. കമ്പനിയുടെ സമയവും പണവും ലാഭിക്കാൻ സഹായിക്കുന്ന പരിഹാരങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നിങ്ങൾ സ്ഥാപനത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആസ്തിയായി മാറും. പ്രശ്നങ്ങളെ ഭാരമായി കാണാതെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളായി കാണാൻ തുടങ്ങുന്ന ആ നിമിഷം നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യം കുതിച്ചുയരും. സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, പേഴ്സണൽ ബ്രാൻഡിംഗ്. ബ്രാൻഡിംഗ് എന്നത് പണ്ട് വൻകിട കമ്പനികൾക്ക് മാത്രം ബാധകമായിരുന്ന ഒരു വാക്കായിരുന്നു. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഓരോ വ്യക്തിയും ഒരു ബ്രാൻഡാണ്. നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യം നിർണയിക്കപ്പെടുന്നത് നിങ്ങളുടെ കഴിവുകളിൽ മാത്രമല്ല, മറിച്ച്
ആളുകൾ നിങ്ങളെ എങ്ങനെ അറിയുന്നു, നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചാണ്. നിങ്ങൾ മുറിയിലില്ലാത്തപ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് എന്ന് വിളിക്കുന്നത്. കഴിവുണ്ടായിട്ടും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു ജീവനക്കാരനാകാതെ നിങ്ങളുടെ മേഖലയിലെ ആളുകൾക്കിടയിൽ നിങ്ങളുടെ കഴിവ് അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു പേഴ്സണൽ ബ്രാൻഡ് നിർമ്മിച്ചെടുക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ലിങ്ക്ഡ്ഇൻ പോലുള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ നിന്നുള്ള അനുഭവങ്ങൾ, നിങ്ങളുടെ മേഖലയിലെ പുതിയ ചലനങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ എന്നിവ അവിടെ പങ്കുവയ്ക്കുക. നിരന്തരം അറിവുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ നിങ്ങൾ ആ വിഷയത്തിൽ ഒരു വിദഗ്ധനാണെന്ന്, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആണെന്ന ധാരണ മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ സർക്കിളിലുള്ള ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കും. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ശക്തമായ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉള്ള വ്യക്തിക്ക് കരിയറിൽ അവസരങ്ങൾ തേടി നടക്കേണ്ടി വരാറില്ല. മറിച്ച് അവസരങ്ങൾ അവരെ തേടിയെത്തുകയാണ് പതിവ്. പുതിയ ക്ലയന്റുകൾ, മികച്ച തൊഴിലവസരങ്ങൾ, ബിസിനസ് പങ്കാളിത്തങ്ങൾ എന്നിവയെല്ലാം നിങ്ങളെ തേടി വരും. ആളുകൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ വിപണിയിൽ നിങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. നിങ്ങളുടെ കഴിവുകളെ വിപണിക്ക് മുന്നിൽ കൃത്യമായി പ്രദർശിപ്പിക്കുകയും സ്വന്തം പേരിന് ഒരു മൂല്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ കരിയറിലെ നിങ്ങളുടെ സ്വാധീന ശക്തിയും പദവിയും പല മടങ്ങ് വർദ്ധിക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുക. അഡോപ്റ്റ് ന്യൂ ടെക്നോളജീസ്. നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യകൾ അതിവേഗം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മുൻകാലങ്ങളിൽ ഒരു വിദ്യ പഠിച്ചെടുത്താൽ ജീവിതകാലം മുഴുവൻ അതുകൊണ്ട് ജീവിച്ചു പോകാമായിരുന്നു. എന്നാൽ ഇന്ന് കൃത്രിമ ബുദ്ധിയും പുതിയ സോഫ്റ്റ്വെയറുകളും ടൂളുകളും ഓരോ ദിവസവും പ്രൊഫഷണൽ ലോകത്തെ മാറ്റിമറിക്കുകയാണ്. ഈ മാറ്റത്തെ ഭയപ്പെടുകയോ അവഗണിക്കുകയോ ചെയ്യുന്നവർ വിപണിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറന്തള്ളപ്പെടും. പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജോലികൾ ഇല്ലാതാക്കാനല്ല, മറിച്ച് നമ്മുടെ ജോലി എളുപ്പമാക്കാനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. വിപണിയിലെ പുതിയ മാറ്റങ്ങളെ വേഗത്തിൽ ഉൾക്കൊള്ളാനും പഠിച്ചെടുക്കാനും തയ്യാറാകുന്നവർക്ക് മാത്രമേ കരിയറിൽ തങ്ങളുടെ മൂല്യം നിലനിർത്താൻ സാധിക്കൂ. ഒരു പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ പ്രൊഫഷണലുകൾക്കിടയിൽ 2 തരം പ്രതികരണങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഒരു കൂട്ടർ ആ മാറ്റത്തെ ഭയത്തോടെ നോക്കിക്കാണുകയും തങ്ങളുടെ പഴയ രീതികളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഉയർന്ന മൂല്യമുള്ള പ്രൊഫഷണലുകൾ ആ സാങ്കേതിക വിദ്യയെ ഒരു അവസരമായി കാണും. ഉദാഹരണത്തിന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ തങ്ങളുടെ ഉത്പാദനക്ഷമത ഇരട്ടിയാക്കാം എന്ന് അവർ ചിന്തിക്കും. നിങ്ങളുടെ മേഖലയിൽ പുതുതായി ഇറങ്ങുന്ന സോഫ്റ്റ്വെയറുകൾ, ഡിജിറ്റൽ ടൂളുകൾ എന്നിവ കൃത്യമായി പഠിച്ചു വയ്ക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മികച്ച ഫലം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾ കമ്പനികൾക്ക് പ്രിയപ്പെട്ടവനായി മാറും. സാങ്കേതിക വിദ്യകൾ നിരന്തരം പഠിക്കുന്നത് നിങ്ങളുടെ കരിയറിന് ഒരു സുരക്ഷാ കവചം അഥവാ ഫ്യൂച്ചർ പ്രൂഫിംഗ് നൽകും. വ്യവസായ രംഗത്ത് എന്ത് മാറ്റം ഉണ്ടായാലും തളർന്നു പോകാത്ത വിധം നിങ്ങളുടെ കഴിവുകളെ അത് എപ്പോഴും പുതുക്കി നിലനിർത്തും. സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളെ നയിക്കാൻ മാനേജ്മെന്റിനും കൂടുതൽ താല്പര്യമുണ്ടാകും. മാറ്റങ്ങളെ വേഗത്തിൽ ഉൾക്കൊള്ളാനുള്ള നിങ്ങളുടെ ഈ വഴക്കം അഥവാ അഡാപ്റ്റബിലിറ്റി നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തും. ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ ഒപ്പം ഓടാൻ തയ്യാറാവുക. സാങ്കേതിക വിദ്യയെ നിങ്ങളുടെ ശത്രുവാക്കുന്നതിനു പകരം കരിയറിലെ ഏറ്റവും മികച്ച കൂട്ടാളിയാക്കി മാറ്റുക. നേതൃത്വ പാടവം വളർത്തിയെടുക്കുക. ലീഡർഷിപ്പ് സ്കിൽസ്. നേതൃത്വ പാടവം അഥവാ ലീഡർഷിപ്പ് എന്നത് ഒരു പ്രത്യേക പദവിയോ മാനേജർ എന്ന നെയിം ബോർഡ് ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒന്നോ അല്ല. അതൊരു മനോഭാവമാണ്. ഒരു സ്ഥാപനത്തിൽ വെറുമൊരു ജീവനക്കാരനായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ലീഡറായി പ്രവർത്തിക്കാൻ സാധിക്കും. സ്വന്തം ജോലികൾ കൃത്യമായി ചെയ്യുന്നതിനൊപ്പം ഒപ്പമുള്ളവരെ സഹായിക്കാനും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് വഴികാട്ടാനും തയ്യാറാകുന്ന വ്യക്തിയാണ് യഥാർത്ഥ ലീഡർ. വിപണിയിൽ മാനേജർമാരെക്കാൾ കൂടുതൽ മൂല്യം ലീഡർമാർക്കാണുള്ളത്.
കാരണം മാനേജർമാർ ആളുകളെ നിയന്ത്രിക്കുമ്പോൾ ലീഡർമാർ ആളുകളെ വളർച്ചയിലേക്ക് നയിക്കുകയും അവർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നു. ഒരു മികച്ച ലീഡറാകാനുള്ള ആദ്യപടി സ്വന്തം വികാരങ്ങളെയും പ്രവർത്തികളെയും നിയന്ത്രിക്കാൻ പഠിക്കുക അഥവാ സെൽഫ് ലീഡർഷിപ്പ് എന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറിപ്പോകാതെ ശാന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ലീഡർക്ക് സാധിക്കണം. അതിനൊപ്പം തന്നെ ഒരു ടീമായി എങ്ങനെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം എന്നും മറ്റുള്ളവരുടെ കഴിവുകളെ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്നും മനസ്സിലാക്കണം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും വിജയം കൈവരിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സ്വന്തം ടീമിന് നൽകാനുമുള്ള വലിയ മനസ്സ് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു സ്വഭാവ ഗുണം നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ ബഹുമാനം ഇരട്ടിയാക്കും. പ്രൊഫഷണൽ ലോകത്ത് നേതൃത്വ പാഠവുമുള്ള ആളുകൾ വളരെ വേഗത്തിലാണ് കരിയർ ഗോവണികൾ കയറുന്നത്. കമ്പനികൾ തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളും ഉയർന്ന തസ്തികകളും ഏൽപ്പിക്കാൻ എപ്പോഴും ഇത്തരം വ്യക്തികളെയാണ് തിരയുന്നത്. ഒരു ലീഡറായി മാറുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു വ്യക്തിഗത സംഭാവന നൽകുന്നയാൾ മാത്രമായി മാറുന്നില്ല. ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ എന്ന ആ നിലയിൽ നിന്നും മാറി ഒരു വലിയ ഗ്രൂപ്പിന്റെ ഉത്പാദനക്ഷമതയെ സ്വാധീനിക്കുന്ന ആളായി മാറുന്നു. നിങ്ങളുടെ സാന്നിധ്യം ടീമിന് നൽകുന്ന ഊർജവും ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം. ഈ നേതൃഗുണം നിങ്ങളെ പ്രൊഫഷണൽ ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഒരു മികച്ച വ്യക്തിത്വമാക്കി മാറ്റും. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുക. പങ്ക്ച്വാലിറ്റി ആൻഡ് ഡെഡ്ലൈൻസ്. പ്രൊഫഷണൽ ലോകത്ത് ഒരാളുടെ പ്രൊഫഷണലിസം അളക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ മാനദണ്ഡമാണ് സമയനിഷ്ഠ അഥവാ പങ്ക്ച്വാലിറ്റി. നിങ്ങൾ എത്ര വലിയ പ്രതിഭയാണെങ്കിലും പറഞ്ഞ സമയത്ത് ജോലി തീർത്തു തരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിപണിയിൽ നിങ്ങളുടെ മൂല്യം ഇടിഞ്ഞു പോകും. ഒരു ഡെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു വെറും തീയതിയോ സമയമോ അല്ല, മറിച്ച് നിങ്ങൾ മറ്റൊരാൾക്ക് നൽകിയ വാക്കാണ്. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റുകളോടും സഹപ്രവർത്തകരോടും കാണിക്കുന്ന ബഹുമാനമാണ് പ്രകടമാകുന്നത്. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഏത് വലിയ ഉത്തരവാദിത്തവും ഏൽപ്പിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകും. പല പ്രൊഫഷണലുകളും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം. അവസാന നിമിഷം വരെ ജോലി മാറ്റിവെക്കുകയും പിന്നീട് വലിയ സമ്മർദ്ദത്തിലായി പകുതി വെന്ത രീതിയിൽ ജോലി തീർക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ പ്രകടനത്തിന്റെ ഗുണനിലവാരം ക്വാളിറ്റി കുറയ്ക്കും. ഇതൊഴിവാക്കാൻ വലിയ പ്രൊജക്റ്റുകളെ ചെറിയ ചെറിയ ടാസ്കുകളായി വിഭജിക്കുക. മൈക്രോ ഡെഡ്ലൈൻസ്. ഓരോ ചെറിയ ഭാഗവും എപ്പോൾ തീർക്കണം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായ സമയത്തേക്കാൾ അല്പം കൂടുതൽ സമയം ബഫർ ടൈം എപ്പോഴും കയ്യിൽ കരുതുന്നത് അപ്രതീക്ഷിത തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കും. സമയനിഷ്ഠ പാലിക്കുന്നത് വഴി നിങ്ങൾ പ്രൊഫഷണൽ ലോകത്ത് നിർമ്മിച്ചെടുക്കുന്നത് റിലയബിലിറ്റി അഥവാ വിശ്വസ്തതയാണ്. ഇയാളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ പറഞ്ഞ സമയത്ത് അത് കൃത്യമായി നടന്നിരിക്കും എന്നൊരു പേര് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ കരിയറിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. സമയത്തെ കൃത്യമായി മാനിക്കുന്ന ആളുകളെ വിപണി എപ്പോഴും ഉയർന്ന പദവികളും സാമ്പത്തിക പ്രതിഫലങ്ങളും നൽകി ആദരിക്കാറുണ്ട്. നിങ്ങളുടെ സമയത്തെയും മറ്റുള്ളവരുടെ സമയത്തെയും ഒരുപോലെ വിലമതിക്കുന്ന ഈ ഒരു ശീലം നിങ്ങളുടെ പ്രൊഫഷണൽ അന്തസ്സിനെ മറ്റുള്ളവരിൽ നിന്ന് വളരെ ഉയരത്തിലെത്തിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. നെറ്റ്വർക്കിംഗ്. നിങ്ങളുടെ നെറ്റ്വർക്കാണ് നിങ്ങളുടെ നെറ്റ് വർത്ത്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത് എന്നൊരു പ്രശസ്തമായ ബിസിനസ് ചൊല്ലുണ്ട്. പ്രൊഫഷണൽ ലോകത്ത് നിങ്ങൾ എത്രത്തോളം മികച്ച കഴിവുകളുള്ള ആളാണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങൾക്ക് ആരെല്ലാം അറിയാം, ആർക്കൊക്കെ നിങ്ങളെ അറിയാം എന്നത്. ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരുമായും നിങ്ങളുടെ മേഖലയിലെ മറ്റ് പ്രൊഫഷണലുകളുമായും നല്ലൊരു സൗഹൃദ ബന്ധം കെട്ടിപ്പടുക്കുന്നത് നിങ്ങളുടെ കരിയറിലെ വലിയൊരു നിക്ഷേപമാണ്. വെറുമൊരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള ബന്ധങ്ങളല്ല അത്, മറിച്ച് പരസ്പര ബഹുമാനത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമായ ആരോഗ്യകരമായ പ്രൊഫഷണൽ ബന്ധങ്ങളാണ് ഒരു വ്യക്തിക്ക് കരിയറിൽ വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നത്. ഓഫീസിനുള്ളിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ആളുകളുമായി സംസാരിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക.
ഒരു ടീമിൽ ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകരെ മത്സരബുദ്ധിയോടെ മാത്രം കാണാതെ അവരെ പിന്തുണയ്ക്കാനും അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനും സാധിക്കണം. ഈ ഒരു നല്ല മനോഭാവം നിങ്ങളെ ഓഫീസിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാക്കി മാറ്റും. ഇതിനൊപ്പം തന്നെ ഓഫീസിന് പുറത്തുള്ള നിങ്ങളുടെ മേഖലയിലെ കൂട്ടായ്മകളിൽ, പ്രൊഫഷണൽ നെറ്റ്വർക്കുകളിൽ പങ്കാളികളാകുക. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി സംവദിക്കുന്നതും പുതിയ അറിവുകളും വിപണിയിലെ ട്രെൻഡുകളും വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ശക്തമായ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം, പല മികച്ച തൊഴിലവസരങ്ങളും പരസ്യപ്പെടുത്തുന്നതിനു മുമ്പ് തന്നെ നിങ്ങളെ തേടിയെത്തും എന്നതാണ്. ഹിഡൻ ജോബ് മാർക്കറ്റ്. മുൻപ് നിങ്ങളോടൊപ്പം ജോലി ചെയ്തവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് നേരിട്ട് കണ്ടവരോ ആയ ആളുകൾ നിങ്ങളെ മറ്റു വലിയ പ്രോജക്റ്റുകളിലേക്ക് ശുപാർശ ചെയ്യും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ കെൽപ്പുള്ള മെന്റർമാരെ കണ്ടെത്താനും ഇത്തരം ബന്ധങ്ങൾ സഹായിക്കും. സഹപ്രവർത്തകരുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് പ്രൊഫഷണൽ ലോകത്ത് ലഭിക്കുന്ന സ്വീകാര്യതയും മൂല്യവും എപ്പോഴും വളരെ ഉയർന്നതായിരിക്കും. ഫീഡ്ബാക്കുകളെ പോസിറ്റീവായി സ്വീകരിക്കുക. ആക്സെപ്റ്റിംഗ് ഫീഡ്ബാക്സ്. പ്രൊഫഷണൽ ലോകത്ത് നിരന്തരം വളരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ഫീഡ്ബാക്കുകളെ, വിമർശനങ്ങളെയും നിർദ്ദേശങ്ങളെയും പോസിറ്റീവായി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എവിടെയൊക്കെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് തിരുത്തേണ്ടത് എന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വ്യക്തിപരമായ ഒരു ആക്രമണമായി കാണരുത്. പലരും തങ്ങളുടെ ജോലിയിലെ പോരായ്മകൾ കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഉയർന്ന മൂല്യമുള്ള പ്രൊഫഷണലുകൾ വിമർശനങ്ങളെ തങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്കുള്ള ഒരു ഗോവണിയായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനേജരോ ക്ലയന്റോ അല്ലെങ്കിൽ സഹപ്രവർത്തകർ തന്നെയോ തരുന്ന ഫീഡ്ബാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ് ആദ്യത്തെ പടി. അവർ പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥയെ ഈഗോ മാറ്റിവെച്ച് വിലയിരുത്തുക. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്താഗതി പ്രൊഫഷണൽ വളർച്ചയെ തടസ്സപ്പെടുത്തും. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകാത്തതാണ് യഥാർത്ഥ പരാജയം. നിങ്ങളെ തിരുത്തുന്ന ആളുകളോട് നന്ദി പറയുകയും ആ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാം എന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തെയാണ് കാണിക്കുന്നത്. ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക മാത്രമല്ല, അവ പ്രായോഗികമായി നടപ്പിലാക്കി അടുത്ത തവണ കൂടുതൽ മികച്ച ഫലം കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ മാറ്റങ്ങളെയും വളർച്ചയെയും മാനേജ്മെന്റിന് മുന്നിൽ വ്യക്തമാക്കും. വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കാനും സ്വയം തിരുത്താനും തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് കരിയറിൽ വളരെ വേഗത്തിൽ മുന്നേറാൻ സാധിക്കും. കാരണം വിപണി എപ്പോഴും ബഹുമാനിക്കുന്നത് മാറാൻ തയ്യാറുള്ള എളിമയുള്ള പ്രതിഭകളെയാണ്. ഈ ഒരു മനോഭാവം നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യത്തെ മറ്റുള്ളവരിൽ നിന്ന് വളരെ ഉയരത്തിലെത്തിക്കും. പ്രൊഫഷണൽ എത്തിക്സ് പുലർത്തുക. കീപ് പ്രൊഫഷണൽ എത്തിക്സ്. നിങ്ങളുടെ കരിയറിലെ വിജയത്തിന്റെ ആകാശങ്ങളിലേക്ക് നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളുടെ കഴിവുകളാണെങ്കിൽ ആ ഉയരത്തിൽ നിങ്ങളെ സ്ഥിരമായി നിലനിർത്തുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സ് അഥവാ തൊഴിൽപരമായ ധാർമ്മികതയാണ്. സത്യസന്ധത, വിശ്വസ്തത, സുതാര്യത, ഉത്തരവാദിത്ത ബോധം എന്നിവയെല്ലാമാണ് പ്രൊഫഷണൽ എത്തിക്സിന്റെ അടിസ്ഥാന തൂണുകൾ. ഒരു വ്യക്തിക്ക് എത്ര വലിയ കഴിവുകൾ ഉണ്ടായാലും അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെങ്കിൽ വിപണി അയാളെ വളരെ വേഗത്തിൽ തള്ളിക്കളയും. നിങ്ങളുടെ കരിയറിലെ താൽക്കാലിക ലാഭങ്ങൾക്കോ വിജയങ്ങൾക്കോ വേണ്ടി നിങ്ങളുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നതാണ് ഒരു മികച്ച പ്രൊഫഷണലിന്റെ ലക്ഷണം. ജോലിസ്ഥലത്തെ എത്തിക്സ് എന്ന് പറയുന്നത് ആരും കാണാത്തപ്പോഴും സ്വന്തം ജോലി കൃത്യമായ ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നതാണ്. കമ്പനിയുടെ രഹസ്യങ്ങൾ, കോൺഫിഡൻഷ്യൽ ഡാറ്റ കാത്തുസൂക്ഷിക്കുക, സഹപ്രവർത്തകരെയും ക്ലയന്റുകളെയും വഞ്ചിക്കാതിരിക്കുക, തെറ്റായ വിവരങ്ങൾ നൽകി ബിസിനസ് നേടാതിരിക്കുക എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. പലപ്പോഴും കരിയറിൽ പെട്ടെന്ന് വളരാൻ വേണ്ടി കുറുക്കുവഴികൾ അഥവാ ഷോർട്ട് കട്ട്സ് തിരഞ്ഞെടുക്കാൻ പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഓർക്കുക, കുറുക്കുവഴികളിലൂടെ നേടുന്ന വിജയം താത്കാലികം മാത്രമാണ്. അത് തകരുമ്പോൾ നിങ്ങളുടെ വർഷങ്ങളുടെ അധ്വാനവും പ്രൊഫഷണൽ അന്തസ്സും കൂടിയാണ് ഇല്ലാതാകുന്നത്. ഒരു വ്യക്തിക്ക് വിപണിയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആസ്തി എന്നത്
ഇന്റഗ്രിറ്റി അഥവാ നിർമ്മലമായ സ്വഭാവശുദ്ധിയാണ്. ഇയാൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. അഴിമതികൾക്കോ വഞ്ചനകൾക്കോ ഇയാളെ കിട്ടില്ല എന്നൊരു സൽപ്പേര് അഥവാ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുത്താൽ വിപണി നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കും. വലിയ ബിസിനസ് ഇടപാടുകളും ഉയർന്ന പദവികളും കമ്പനികൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. കഴിവുള്ള പ്രൊഫഷണലുകൾ ധാരാളമുണ്ടാകാം, എന്നാൽ കറപുരളാത്ത പ്രൊഫഷണൽ എത്തിക്സ് ഉള്ളവർ കുറവാണ്. ആ കുറവ് നിങ്ങളിലൂടെ നികത്തുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യം വിലമതിക്കാനാകാത്തതായി മാറും. കരിയർ പിവറ്റിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. കരിയർ പിവറ്റിംഗ് എന്നാൽ നിങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് വിപണിയിലെ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് തന്ത്രപരമായി മാറുക എന്നതാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും കാരണം പല പരമ്പരാഗത ജോലികളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ 10 വർഷമായി ഈ ജോലി മാത്രമാണ് ചെയ്തത്, എനിക്ക് ഇതല്ലേ അറിയൂ എന്ന് പറഞ്ഞ് ഒരേ സ്ഥാനത്ത് തുടരുന്നത് കരിയറിന് വലിയ അപകടമാണ്. ഒരു കരിയറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ 0 നിന്ന് തുടങ്ങേണ്ടി വരുമെന്ന് ഓർത്ത് പലരും ഭയപ്പെടുന്നു. എന്നാൽ ഇവിടെയാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന ആശയം പ്രസക്തമാകുന്നത്. നിങ്ങൾ ഒരു മേഖലയിൽ നിന്ന് മാറുമ്പോഴും നിങ്ങളുടെ കൂടെ പോരുന്ന ചില കഴിവുകളുണ്ട്. ഉദാഹരണത്തിന് പ്രോബ്ലം സോൾവിംഗ്, ലീഡർഷിപ്പ്, പ്രോജക്ട് മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ എന്നിവ. നിങ്ങളുടെ പഴയ അനുഭവ സമ്പത്തിനെ പുതിയ സാങ്കേതിക വിദ്യയുമായി കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഒരു പരമ്പരാഗത മാർക്കറ്റിംഗ് മാനേജർ AI ടൂളുകൾ പഠിച്ച് AI ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയി മാറുന്നത്. വിപണി താഴേക്കു പോകുമ്പോൾ തളർന്നു പോകാതെ പുതിയൊരു തരംഗത്തിലേക്ക് നിങ്ങളുടെ കരിയറിന്റെ ദിശ കൃത്യസമയത്ത് തിരിച്ചുവിടാൻ നിങ്ങൾക്ക് സാധിക്കണം. മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഈ ആധുനിക ലോകത്ത് നിലനിൽപ്പുള്ളൂ. ദി ആർട്ട് ഓഫ് അൺലേണിംഗ്. പ്രൊഫഷണൽ ലോകത്തെ ഏറ്റവും വലിയ കെണി എന്താണെന്നറിയാമോ? അത് എനിക്കെല്ലാം അറിയാം, ഞാൻ വർഷങ്ങളായി ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന ചിന്താഗതിയാണ്. ഇതിനെയാണ് കരിയറിലെ ഈഗോ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ അതിവേഗ ലോകത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് വിപണിയിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത പഴയ രീതികളെ മറന്നുകളയുക അഥവാ അൺലേൺ ചെയ്യുക എന്നത്. ഭാവിയുടെ പ്രൊഫഷണലുകളെ നിർണയിക്കുന്നത് അവർക്ക് എത്രത്തോളം എഴുതാനും വായിക്കാനും അറിയാം എന്നതിലൂടെയല്ല, മറിച്ച് അവർ എത്രത്തോളം പഠിക്കാൻ, അതായത് ലേൺ ചെയ്യാനും പഠിച്ച കാര്യങ്ങൾ മാറ്റിവെക്കാൻ അൺലേൺ ചെയ്യാനും പുതിയവ വീണ്ടും പഠിച്ചെടുക്കാനും റീലേൺ ചെയ്യാനും കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. പഴയ രീതികൾ ഉപേക്ഷിക്കുക. 10 വർഷം മുമ്പ് നിങ്ങൾ ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്ത രീതി ആയിരിക്കില്ല ഇന്നത്തെ ആധുനിക ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. മാറ്റത്തെ ഉൾക്കൊള്ളുക. പഴയ അറിവുകൾ നിങ്ങളെ ഇന്നത്തെ നിലയിൽ എത്തിച്ചിട്ടുണ്ടാകാം, എന്നാൽ അവിടെ നിന്ന് മുന്നോട്ട് നയിക്കാൻ ആ പഴയ അറിവുകൾ മാത്രം പോരാ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒരു തുടക്കക്കാരൻ്റേതുപോലെ സൂക്ഷിക്കുക. അപ്പോൾ മാത്രമേ പുതിയ ആശയങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ഈഗോ ഇല്ലാതെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. കരിയറിൽ എപ്പോഴും മൂല്യമുള്ളവനായിരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഔദ്യോഗികമായ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ വ്യക്തമായ ഒരു കാര്യമുണ്ട്. പ്രൊഫഷണൽ ലോകം എന്നത് വെറുമൊരു കഠിനാധ്വാനത്തിന്റെ വേദിയല്ല, മറിച്ച് തന്ത്രപരമായ സ്വയം നവീകരണത്തിന്റെ, സ്ട്രാറ്റജിക് സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ഇടമാണ്. ഉയർന്ന വരുമാനം തരുന്ന കഴിവുകൾ സ്വന്തമാക്കുന്നത് മുതൽ പ്രൊഫഷണൽ എത്തിക്സ് പുലർത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളെ വിപണിയിലെ വെറുമൊരു ജീവനക്കാരനിൽ നിന്ന് മാറി ഒഴിച്ചുകൂടാനാകാത്ത ഒരു വലിയ ആസ്തിയാക്കി മാറ്റിയെടുക്കാനുള്ള ചുവടുവെപ്പുകളായിരുന്നു. പലരും കരിയറിൽ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ കഴിവിനെ വിപണിക്ക് ആവശ്യമുള്ള രീതിയിൽ പാക്ക് ചെയ്യാനും ആശയവിനിമയം നടത്താനും കൃത്യസമയത്ത് എത്തിക്കാനും അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ ഈ ഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിപണിയിലെ നിയമങ്ങളെയാണ് മാറ്റിയെഴുതുന്നത്. നിങ്ങൾ അവസരങ്ങൾക്ക് പുറകെ ഓടേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ ബ്രാൻഡും വിശ്വസ്തതയും കണ്ട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ സമയത്തിനല്ല, നിങ്ങളുടെ അറിവിനും സാന്നിധ്യത്തിനുമാണ് വിപണി പിന്നീട് വിലയിടുക. ഒരു മികച്ച വ്യക്തിത്വവും അതിശക്തമായ പ്രൊഫഷണൽ മൂല്യവും ഒത്തുചേരുമ്പോൾ
നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ഏത് വിജയവും സാമ്പത്തിക ഭദ്രതയും നിങ്ങളിലേക്ക് വന്നുചേരും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.